ഹലോ, ഞാൻ അമ്മു. അങ്ങനെ നമ്മുടെ സ്കെച്ച് ബുക്കിൻ്റെയും അതുപോലെ തന്നെ സ്കെച്ച് പെൻസിൽസിൻ്റെയും ആദ്യത്തെ ഉദ്ഘാടനമാണ് കേട്ടോ ഇത്. ഈ സ്കെച്ച് ബുക്കിൻ്റെയും അതുപോലെ തന്നെ പെൻസിൽസിൻ്റെയും ഒക്കെ റിവ്യൂവും പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനും ഒക്കെ ഞാനൊരു ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കണ്ടോളൂ കേട്ടോ. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളും വാങ്ങിച്ചോളൂ. അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ എനിക്ക് ഈ വരയൊന്നും വലിയ പിടുത്തമൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കും ഈ സ്കെച്ച് ബുക്കും പെൻസിൽസൊക്കെ വാങ്ങി ഞാൻ പ്രൊഫഷണലി വരയ്ക്കാൻ പോവാന്ന്. അങ്ങനെയൊന്നുമല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ ചെറുതായിട്ട് കുത്തിക്കുറിക്കും. അത് ഒരു ഭംഗിയായിട്ട് വരികയും ചെയ്യും. അത്രേ ഉള്ളൂ. അതിന് അധികം കഴിവൊന്നും വേണ്ട. ചെറുതായിട്ടൊരു കോൺഫിഡൻസ് മതി. നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്ക് എല്ലാം അറിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ചെയ്തു വരുമ്പോൾ ആ കാര്യങ്ങൾ ഭംഗിയാവുകയും ചെയ്യും. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പേടിയുള്ളതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ധൈര്യവും കോൺഫിഡൻസും ഇല്ലാത്തതായ എന്തെങ്കിലും കാര്യമുണ്ടോ? എങ്കിൽ അത് മാറ്റാൻ ഞാനൊരു സൂത്രം പറയട്ടെ. അതായത് നമുക്ക് ഏറ്റവും പേടിയുള്ള അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യങ്ങളെ നമ്മളുടെ ഏറ്റവും വലിയ ധൈര്യം ഉപയോഗിച്ച് ഒന്നങ്ങോട്ട് ചെയ്തു നോക്കൂ. അത് വിജയിച്ചു കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ഈ ലോകത്തിൽ ഒന്നിനെയും പേടിയുണ്ടാവില്ല. നമുക്ക് എവിടെ നിന്നില്ലാത്ത കോൺഫിഡൻസും എന്ത് കാര്യം ചെയ്യുമ്പോഴും കിട്ടും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതല്ല. ഇന്നലെ ഹൃദയം സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ അതില് പ്രണവ് മോഹൻലാൽ പറഞ്ഞൊരു ഡയലോഗാ. എനിക്കത് സ്ട്രൈക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരാൻ തോന്നി. അത്രേ ഉള്ളൂ. മാത്രമല്ല, ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് സ്ട്രൈക്ക് ചെയ്ത് അത് എൻ്റെ വിജയമാവില്ലേ? അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ വര ഏകദേശം പൂർത്തിയായിട്ടോ. ഇപ്പോൾ നമ്മൾ മുമ്പ് വരച്ച ചിത്രവും ഇപ്പോഴത്തെ ചിത്രവും തമ്മിൽ എന്ത് വ്യത്യാസമാണല്ലേ? ഇതാ പറയുന്നേ. നമ്മുടെ ലൈഫ് പുറമേ നിന്ന് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുമെങ്കിലും നമ്മൾ ആഞ്ഞൊന്ന് ശ്രമിച്ചാൽ ഏറ്റവും സിമ്പിളാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ലൈഫ്. അപ്പോൾ ഞാൻ പറഞ്ഞതും എൻ്റെ വരകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ താങ്ക് യു.